നമസ്കാരം. ഉറപ്പായും കോൺഗ്രസ് അധികാരത്തിൽ വരുമെന്നാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വിവരങ്ങളിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. BJPക്ക് 220 മുതൽ 240 സീറ്റുകൾ വരെ കിട്ടുകയുള്ളൂ, മുന്നണിക്ക് കിട്ടുകയുള്ളൂ എന്നുള്ള ഞെട്ടിക്കുന്ന വിവരങ്ങൾ വരികയാണ്. ഈ വരുന്ന ജൂൺ 1-ന് എക്സിറ്റ് പോൾ ഫലങ്ങൾ വരുമ്പോൾ ഇതിൻ്റെ യഥാർത്ഥ പിക്ചർ പുറത്തു വരും. ഇപ്പോൾ പുറത്തു വരുന്ന ചിത്രങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പഞ്ചാബിൽ 13-ൽ 13 സീറ്റും കോൺഗ്രസ് മുന്നണി, കോൺഗ്രസോ അല്ലെങ്കിൽ ആം ആദ്മിയോ ചേർന്നോ കൊണ്ടുപോകുമെന്നുള്ളതാണ്. ഇതേപോലെ ഹിമാചൽ പ്രദേശിലെ 4 സീറ്റിൽ 4 സീറ്റും അവിടെ കഴിഞ്ഞ തവണ BJP വിജയിച്ചതാണ്. അവിടെ 4 സീറ്റും കോൺഗ്രസ് നേടുമെന്നാണ് പുറത്തു വന്നുള്ള വിവരം. അവിടെ കർഷകരുടെ സമരം ശക്തമാണ്. ഇന്നലെ പഞ്ചാബിൽ BJP സ്ഥാനാർത്ഥികളുടെ വീടുകൾ വളയുകയായിരുന്നു കർഷകർ. അതുകൊണ്ട് തന്നെയാണ് പഞ്ചാബിൽ 13-ൽ 13 സീറ്റും നേടുമെന്ന് പറയുന്നത്. ഇതേപോലെ തന്നെയാണ് നമ്മൾ കാണേണ്ട ഒരു പ്രധാനപ്പെട്ട സ്ഥലം എന്ന് പറയുന്നത് മഹാരാഷ്ട്രയാണ്. മഹാരാഷ്ട്രയിൽ 48 സീറ്റിൽ 24 സീറ്റും UDF കോൺഗ്രസ് മുന്നണി കൊണ്ടുപോകുമെന്നുള്ള കൃത്യമായിട്ടുള്ള വിവരങ്ങളാണ് പുറത്തു കൊണ്ടുവന്നിരിക്കുന്നത്. 24 മുതൽ 28 സീറ്റ് വരെ കിട്ടുമെന്നാണ് ഏറ്റവും പുതിയ വിവരങ്ങളിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഇതേപോലെ തന്നെയാണ് തെലങ്കാനയിൽ 14 സീറ്റ് വരെ, 12 മുതൽ 14 സീറ്റ് വരെ കോൺഗ്രസ് വിജയിക്കുന്നുള്ളത്. കഴിഞ്ഞ വർഷം BSR ആയിരുന്നു അവൻ്റെ കക്ഷിയായിരുന്നു, 8 സീറ്റ് നേടിയെങ്കിൽ ഇപ്രാവശ്യം അവർക്ക് ഒറ്റ സീറ്റും കിട്ടില്ല. ആ സീറ്റടക്കം കോൺഗ്രസ് നേടിയെടുക്കുമെന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത്. കർണാടകയിൽ 28 സീറ്റിൽ 18 മുതൽ 20 സീറ്റ് വരെ ഒറ്റയടിക്ക് കോൺഗ്രസ് നേടും. കഴിഞ്ഞ വർഷം ഒറ്റ സീറ്റും കിട്ടാത്ത സ്ഥലമാണ് കോൺഗ്രസ്സിന്. അവിടെ ജനതാദൾ എസും വേറെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയുമായിരുന്നു വിജയിച്ചിരുന്നത്. അങ്ങനെ കോൺഗ്രസ്സിന് വലിയ മുന്നേറ്റമാണ് ഈ സ്ഥലങ്ങളിൽ നടക്കാൻ പോകുന്നത്. ഇതേപോലെ ബീഹാറിൽ 40 സീറ്റിൽ 25 സീറ്റും RJD മുന്നണി നേടുമെന്നുള്ള, അതേ കോൺഗ്രസ് മുന്നണി നേടുമെന്നുള്ള വലിയ ശക്തമായ വികാരമാണ് പുറത്തു കൊണ്ടുവന്നിരിക്കുന്നത്. അവിടെ തേജസ്വി യാദവ് നടത്തുന്ന പടയോട്ടത്തിൽ പേടിച്ചരണ്ടിരിക്കുകയാണ് നികേഷ് കുമാറും അതേപോലെ BJPയും. കാരണം ബീഹാറിലെ അട്ടിമറി എന്ന് പറഞ്ഞാൽ വലിയ അട്ടിമറി തന്നെയാണ്. ഡൽഹിയിലെ 7 സീറ്റിൽ 4 സീറ്റും BJPയിൽ നിന്ന് തട്ടിപ്പറിക്കും ആം ആദ്മിയും അതേപോലെ കോൺഗ്രസും എന്നുള്ള വിവരങ്ങൾ പുറത്തു വരികയാണ്. തമിഴ്നാട്ടിലാകട്ടെ കേരളത്തിലാകട്ടെ വലിയ മാറ്റങ്ങളൊന്നും തന്നെ ഉണ്ടാകാൻ പോകുന്നില്ല എന്നുള്ളതാണ് സത്യം. അതേപോലെ പുതുച്ചേരിയിൽ കോൺഗ്രസ് വിജയിക്കും, അതേപോലെ ലക്ഷദ്വീപിലും ഈ മുന്നണി തന്നെ വിജയിച്ചെടുക്കും എന്നുള്ള വിവരമാണ്, അതായത് ഇന്ത്യ മുന്നണി വിജയിക്കുമെന്നുള്ള വിവരങ്ങളാണ് പുറത്തുവന്നത്. ആസാമിൽ 14 സീറ്റിൽ 8 സീറ്റ് കോൺഗ്രസ് നേടുമെന്നുള്ള അവസാന കണക്കുകളാണ് പുറത്തു വരുന്നത്. അതേപോലെ വെസ്റ്റ് ബംഗാളിൽ വലിയ അട്ടിമറികൾ CPM-ഉം കോൺഗ്രസും കൂടി നടത്താൻ പോകുന്നു. അവർ 6 സീറ്റുകൾ പിടിച്ചെടുക്കാൻ സാധ്യതയുണ്ടെന്നുള്ള വിവരങ്ങളാണ് ലേറ്റസ്റ്റായി വരുന്നത്. ഇതുവരെ കിട്ടാത്തൊരു റിപ്പോർട്ടാണ് വെസ്റ്റ് ബംഗാളിൽ നിന്ന് വന്നിരിക്കുന്നത്. ഈ 42 സീറ്റിൽ 6 സീറ്റ് നേടിക്കഴിഞ്ഞ് ബാക്കി 20 സീറ്റ് തൃണമൂൽ കോൺഗ്രസും ബാക്കി 16 സീറ്റ് BJPയുമാണ് നേടുക എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത്. ഒഡീസയിലും ആന്ധ്രാപ്രദേശിലും മാത്രമാണ് BJP സ്ഥിതി മെച്ചപ്പെടുക. ഈ 2 സ്ഥലത്തും ചിലപ്പോൾ അട്ടിമറി വിജയം നേടി ഇവിടുത്തെ ഭരണം പോലും പിടിച്ചിട്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ സാധ്യതയുണ്ട്. അരുണാചൽ പ്രദേശിലും BJP വിജയിക്കാൻ സാധ്യതയുണ്ടെന്നുള്ള വിവരമാണ് വരുന്നത്. ഉത്തർപ്രദേശിൽ നമ്മൾ കാണേണ്ട മാതിരിയൊന്നുമല്ല, വലിയ തരംഗമാണ് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് രാഹുൽ ഗാന്ധിയും അഖിലേഷ് യാദവും. പല സ്ഥലത്തിൽ ജനപ്രളയമാണ് എന്നുള്ളതാണ് പുറത്തു വരുന്ന വിവരം. അവിടെ 80 സീറ്റിൽ 50 സീറ്റ് BJP കിട്ടുകയുള്ളൂ, 30 സീറ്റ് കോൺഗ്രസും അതേപോലെ അഖിലേഷ് യാദവും നേടുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ തവണ 64 സീറ്റാണ് BJP നേടിയതെങ്കിൽ ഇത്തവണ 50 സീറ്റിലേക്ക് പോകുമ്പോൾ അവിടെ 14 സീറ്റാണ് BJPക്ക് നഷ്ടപ്പെടുന്നത്. അതേപോലെ ജമ്മു കാശ്മീർ അടക്കമുള്ള മേഖല പൂർണ്ണമായും സ്വീപ്പായും BJPയിൽ നിന്ന് കോൺഗ്രസ് നേടിയെടുക്കുമെന്നാണ് പറയുന്നത്. ഹരിയാനയാണ് ഏറ്റവും അധികം വാട്ടർലൂ ആകാൻ പോകുന്ന സ്ഥലം. ഹരിയാനയിൽ 10 സീറ്റും BJP നേടും. അവിടെ BJPക്കെതിരെ കർഷക പ്രക്ഷോഭം ശക്തമാണ്. ആ മുന്നണിയിൽ തന്നെ തകർന്നിരിക്കുന്നു. ചിലപ്പോൾ ഭരണം തന്നെ മാറാൻ സാധ്യതയുണ്ടെന്നുള്ള വിവരങ്ങളും പുറത്തു വരികയാണ്. ഗുജറാത്തിൽ 26 സീറ്റിൽ 20 സീറ്റ് BJP ലഭിക്കും, 6 സീറ്റ് ആം ആദ്മിയും കോൺഗ്രസും തമ്മിലുള്ള മുന്നണി നേടുമെന്നുള്ളതാണ്. ഗോവയിൽ 2 സീറ്റിൽ 1 സീറ്റ് കോൺഗ്രസ് നേടുമെന്നുള്ളതാണ് പുറത്തു വരുന്നത്. അവിടെ ആം ആദ്മി ഇവർക്ക് പൂർണ്ണ പിന്തുണ കൊടുത്തിരിക്കുകയാണ്. മണിപ്പൂരിൽ 2 സീറ്റിൽ 2 സീറ്റും കോൺഗ്രസ് നേടുമെന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഇതേപോലെ തന്നെയാണ് രാജസ്ഥാനിലെ 25 സീറ്റിൽ 8 സീറ്റ് കോൺഗ്രസ് നേടുമെന്നുള്ള കണക്കുകൾ പുറത്തു വരികയാണ്. മധ്യപ്രദേശിൽ 29 സീറ്റിൽ 22 സീറ്റും BJP നേടും, 7 സീറ്റ് മാത്രമാണ് കോൺഗ്രസിന് കിട്ടാൻ സാധ്യത എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു. ഈ വിധത്തിൽ മൊത്തത്തിൽ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഒരു വലിയ മാറ്റം 200 സീറ്റിലേക്ക് അല്ലെങ്കിൽ 240 സീറ്റിൻ്റെ ഉള്ളിൽ NDA മുന്നണി ഒതുങ്ങും.
320 സീറ്റോട് കൂടിയിട്ട് 320 സീറ്റോട് കൂടിയിട്ട് കോൺഗ്രസ് അധികാരത്തിൽ വരും എന്നുള്ള കൃത്യമായി കണക്കൂട്ടൽ വന്നതോട് കൂടിയിട്ടാണ് ജൂൺ 1 വൈകുന്നേരം തന്നെ എല്ലാവരും ചേർന്നുള്ളൊരു മീറ്റിംഗ്, ഇന്ത്യ മുന്നണിയുടെ മീറ്റിംഗ് വിളിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. അതിൽ വളരെ ആത്മവിശ്വാസത്തോടു കൂടിയിട്ടാണ് മുന്നേറുന്നത് എന്നുള്ള കാര്യമാണ് പുറത്തു വരുന്നത്. എന്നാലും കഴിഞ്ഞ തവണത്തെ പോലെ BJP വിജയിച്ച സ്ഥലങ്ങളിലെല്ലാം തന്നെ BJP സ്ഥാനാർത്ഥികളുടെ അവിടെ ഇലക്ഷൻ പോളിംഗ് തന്നെ വളരെ മോശമായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഏറ്റവും അധികം മഹാരാഷ്ട്രയിലാണ് ബാധിച്ചിരിക്കുന്നത്. മഹാരാഷ്ട്രയിൽ വലിയ തിരിച്ചടി തന്നെ വന്നിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. ഈ വിധത്തിൽ ഇന്ത്യയിൽ വലിയ മാറ്റങ്ങൾ വരുന്നു എന്നുള്ളത് ക്ലിയറാണ്. ജാർഖണ്ഡിലും ഉത്തരാഖണ്ഡിലും അതേപോലെ ഛത്തീസ്ഗഡിലും എല്ലാം തന്നെ ഈക്വൽ ഫൈറ്റാണ് നടക്കുന്നത് എന്നുള്ള കാര്യങ്ങളാണ് പുറത്ത്. കഴിഞ്ഞ വർഷമൊക്കെ ഇവിടെ ഫുൾ സീറ്റുകളും BJP നേടിയിട്ടുള്ള ചരിത്രമാണ് നമുക്ക് മുന്നിലുള്ളത്. അങ്ങനെ വന്നാൽ ഇത്തവണ BJP അധികാരത്തിൽ നിന്ന് മാറേണ്ടി വരും. അങ്ങനെ കോൺഗ്രസ് അധികാരത്തിൽ വരാനുള്ള എല്ലാ സാധ്യതയുമാണ് കാണുന്നത് എന്നുള്ള വിവരങ്ങൾ പല രാഷ്ട്രീയ നിരീക്ഷകരുടെയും അവരുടെ വിലയിരുത്തലിൽ നിന്നാണ് ഞാൻ ഈ കാര്യങ്ങളെല്ലാം പറയുന്നത്. പണ്ടത്തെ മാതിരി പ്രശാന്ത് കിഷോർ മാത്രം പറഞ്ഞൊരു വിലയിരുത്തലല്ല, യോഗേന്ദ്ര യാദവ് പറഞ്ഞ ഒരു വിലയിരുത്തലല്ല. ഇന്ത്യ മുഴുവൻ സഞ്ചരിച്ച് അതിൻ്റെ എല്ലാ കാര്യങ്ങളും പഠിച്ച് കൃത്യമായി മനസ്സിലാക്കിയിട്ടുള്ള ആളുകളാണ് ഈ വിധത്തിൽ വിലയിരുത്തിയിട്ടുള്ളത്. കേരളത്തിൽ ചിലപ്പോൾ BJPക്ക് ഒരു സീറ്റ് കിട്ടാനും അതേപോലെ CPMന് ഒരു സീറ്റ് കിട്ടാനും സാധ്യതയുണ്ടെന്നുള്ള വിവരങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. അതേലെ കാരണം നമ്മുടെ തമിഴ്നാട്ടിൽ 39 സീറ്റിൽ 2 സീറ്റ് BJP നേടാനും സാധ്യതയുണ്ടെന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. എങ്ങനെ മൊത്തം നോക്കിയാലും കോൺഗ്രസ് മുന്നണി അധികാരത്തിൽ വരും എന്ന് ഉറപ്പായിട്ട് ഇന്ത്യ മുന്നണിക്കാർ ചിന്തിക്കുന്നു എന്നുള്ളത് ഞെട്ടലോട് കൂടിയിട്ടാണ് അമിത്ഷായും അതേപോലെ നരേന്ദ്രമോദിയും ഇതിനെ കാണുന്നത്. കാരണം അവർ പഴയ പോലെ 400 സീറ്റ് എന്ന് പറഞ്ഞ് ഇപ്പോൾ കരയുന്നില്ല. കാരണം 400 സീറ്റ് എന്ന് പറഞ്ഞെടുത്തതൊക്കെ താഴേക്ക് പോയി ഇപ്പോൾ 272 സീറ്റ് എന്നതിനെക്കുറിച്ച് മാത്രമാണ് BJP ചിന്തിക്കുന്നത് എന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു. നന്ദി, നമസ്കാരം.